നമസ്കാരം. നിങ്ങളിൽ എത്ര പേര് പുഷ്പ 2 എന്ന സിനിമ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ അല്ലു അർജുൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ചുക്കേഗാ നഹി സാല. ഞാൻ ഹിന്ദി വേർഷനാണ് കണ്ടത്. ഹിന്ദി ട്രാൻസ്ലേഷനായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദിയിലെ ഡബ്ബിംഗ് ആയിരുന്നു ഏറ്റവും മനോഹരം. അതിനകത്ത് പുഷ്പരാജ് എന്ന് പറയുന്ന കഥാപാത്രം കൂടെ പറയുന്ന ഡയലോഗാണത്, ചുക്കേഗാ നഹി സാല. നമ്മളത് മലയാളത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുനിയത്തിലടാ പുല്ലേ എന്നാണ്. ഇതേ നിലപാടാണ് ഇറാൻ അമേരിക്കയുടെ മുമ്പിലെടുക്കുന്നത്. അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങിയ സമയം മുതൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് അൺകണ്ടീഷണൽ സറണ്ടർ, ഉപാധികളില്ലാതെ കീഴടങ്ങണം. കാരണം അമേരിക്ക ലോകത്തിലെ 1 നമ്പർ സൈനിക ശക്തിയാണ്. ഇറാൻ ഒരു ദുർബല രാജ്യമാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെയൊക്കെ വിലയിരുത്തൽ വെച്ച് ലോകത്തിലേക്കും ദുർബലമായ രാജ്യമാണ് ഇറാൻ. അമേരിക്ക ഇസ്രായേലൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇല്ലാതാക്കാൻ പറ്റുന്ന 47 കൊല്ലമായിട്ട് ഉപരോധം നേരിടുന്ന കാളവണ്ടി യുഗത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഞാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ്. കാരണം ഇറാൻ്റെ കരുത്ത് ലോകം അറിഞ്ഞത് നിങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അവിടെ കയറി ഈ കോക്കാമ്പീച്ച് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല മരമാക്രികളും ഇറാനെക്കുറിച്ച് അങ്ങനെ തന്നെ ധരിച്ച് ജീവിച്ചേനെ. ഞാൻ ഇന്നും പത്രത്തിൽ വായിച്ചു, നമ്മുടെ രാജ്യം കഴിഞ്ഞ കൊല്ലമാണോ കഴിഞ്ഞ രംഗക്കൊല്ലമാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പാകിസ്ഥാനുമായിട്ട് 4 ദിവസത്തേക്ക് നടന്ന ഒരു ചെറിയ യുദ്ധമെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട്. അതിനെക്കുറിച്ച് ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ വളരെ വലിയ ഊറ്റം കൊള്ളുകയാണ്. ഏതോ ഒരു വലിയ യുദ്ധം നടത്തിയ പോലെയാണ്. പാകിസ്ഥാനുമായിട്ടാണ്, 4 ദിവസത്തേക്കുള്ള കാര്യമാണ്. ട്രംപ് പറഞ്ഞപ്പോൾ യുദ്ധം നിർത്തിയെന്നാണ് നമ്മളന്ന് പത്രത്തിൽ വായിച്ചത്. എന്നാൽ ഇവിടെ 40 ദിവസങ്ങളായി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട്, ലോകത്തിലെ 1 നമ്പർ സൈനിക ശക്തിയും മിഡിൽ ഈസ്റ്റിലെ 1 നമ്പർ സൈനിക ശക്തിയും ചേർന്ന് സംയുക്തമായിട്ട് 47 കൊല്ലങ്ങളായിട്ട് ഉപരോധം നേരിടുന്ന ഇറാനെ ആക്രമിച്ചിട്ട് ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞു. ചുക്കേഗാ നഹി സാല. നീയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ തോൽക്കണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം. ഇറാൻ്റെ ഈ നിലപാട് അവർ തുടക്കം മുതൽ ഈ നിമിഷം വരെ മാറ്റാതെ നിർത്തുന്ന നിലപാടാണ്. അമേരിക്കയും ഇസ്രായേലും പറയുകയാണ്, നിങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല, ന്യൂക്ലിയർ പദ്ധതി നിങ്ങൾ ഉപേക്ഷിക്കണം, നിങ്ങൾ മിസൈൽ ഉണ്ടാക്കാൻ പാടില്ല. ഇറാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ സ്വത്തുക്കളാണ്. ഈ അടുത്ത സമയത്താണ് അവരുടെ പുതിയ സുപ്രീം ലീഡർ മുസ്തഫ ഖമനേയി പറഞ്ഞത്, ഇത് രണ്ടും ഞങ്ങളുടെ ദേശീയ സമ്പത്താണ്, ഒരു കാലത്തും ഞങ്ങളത് വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞാൽ ഇറാനെ കൊണ്ട് യുറാനിയം സമ്പുഷ്ടീകരണം നിർത്തിവെപ്പിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യകൾ ഇല്ലാതാക്കാനോ അമേരിക്കയോ ഇസ്രായേലോ ലോകത്തേതെങ്കിലും രാജ്യമോ വിചാരിച്ചാൽ നടക്കില്ല. അസന്ദിഗ്ധമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, അമേരിക്കയ്ക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ പോരാ. അമേരിക്കയ്ക്ക് ന്യൂക്ലിയർ ബോംബ് ഇടാം, പക്ഷേ ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ലോകത്തിനോ തന്നെ അറിഞ്ഞുകൂടാ. ഇറാൻ്റെ പക്കൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഭൂപടത്തിൽ കാണില്ല. ഇറാൻ്റെ കയ്യിൽ അങ്ങനെ എന്തോ ഒന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അടുത്ത സമയത്ത് അവർ പറഞ്ഞത്, ശത്രുവിന് അറിയാൻ വയ്യാത്ത ഒരു നല്ല ആയുധം ഞങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇറാന് അവരുടെ കരുത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇപ്പോൾ അമേരിക്കയുടെ മുമ്പിലെയും ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധം നിർത്തുക എന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടണം എന്നതാണ്. നമ്മുടെ നാട്ടിൽ നിരവധി ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി വളരെയധികം കഴിവുള്ള ലോക നേതാവെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അണികൾ പറയുന്നത്. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് യുദ്ധവും നിർത്തൽ ചെയ്യാൻ പറ്റും. ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടത്. അത് തുറന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ അവതാളത്തിലാകും. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളുടെയും സമ്പദ്ഘടന തകരും. ഇപ്പോൾ തന്നെ അമേരിക്കയിലൊക്കെ പെട്രോളിനും ഡീസലിനുമൊക്കെ ഒരുപാട് വില കൂടിയെന്നാണ് പറയുന്നത്. അമേരിക്കൻ ജനത എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്തൽ ചെയ്യണം എന്ന് ട്രംപിനോട് പറയുകയാണ്. പക്ഷേ ട്രംപ് തോറ്റപ്പിയിട്ട് നിൽക്കുകയാണ്. എങ്ങനെ നിർത്തും? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ട്രംപിൻ്റെ ലക്ഷ്യം അമേരിക്കയെ നാണം കെടുത്തുക എന്നതാണെങ്കിൽ ട്രംപ് വിജയിച്ച് നിൽക്കുകയാണ്. കാരണം അമേരിക്ക ലോകത്തിൻ്റെ മേൽ കാണിക്കുന്ന അധീശത്വം, ഞങ്ങളുടെ കൽപ്പനകൾ ആരും ലംഘിക്കാൻ പാടില്ല, ലംഘിക്കുന്നവരെ ഞങ്ങൾ ഇല്ലാതാക്കി കളയാം എന്നുള്ള അവരുടെ ആ ധാർഷ്ട്യം
തകർത്ത് കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ട്രംപ് ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങിയതാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം ഇതുപോലെ അമേരിക്ക നാണം കെട്ട ഒരു സമയം ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ അമേരിക്ക ആരോടെല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ വളരെ നിസ്സാരമായിരുന്നു. ഇറാനാണ് അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും പ്രബല ശത്രു. ഇറാനെപ്പോലെ ഒരു കരുത്തുറ്റ രാജ്യവുമായിട്ട് അമേരിക്ക മുമ്പൊരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇറാൻ്റെ കരുത്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇറാനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ ഹോർമോസ് അടച്ചിട്ടു. ഹോർമോസ് തുറക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രൊജക്ട് ഫ്രീഡം പദ്ധതി ട്രംപ് കൊണ്ടുവന്നു. 2 ദിവസം കൊണ്ട് നിർത്തൽ ചെയ്തു. അതായത് 1-2 കപ്പൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലേക്ക് പോകാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഇറാൻ അവയെ വെടിവെച്ച് തിരിച്ചോടിച്ചു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന കപ്പൽ തിരിച്ചു വരില്ല എന്ന് ട്രംപിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ നിർത്തിവെച്ചു. അതിൻ്റെ ന്യായമായിട്ട് പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിർത്തിയെന്നാണ്. എന്തായാലും ശരി, ഇപ്പോൾ ഈ യുദ്ധം പൂർണ്ണമായിട്ടും ഇറാൻ്റെ കൈകളിലാണ് കിടക്കുന്നത്. ഇറാനാണ് കണ്ടീഷൻസ് തീരുമാനിക്കുന്നത്. ഇറാൻ തുടക്കത്തിൽ പറഞ്ഞ കണ്ടീഷൻസിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. അമേരിക്ക ഇറാനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൽ അമേരിക്ക മുമ്പോട്ട് വെക്കുന്ന യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നില്ല. ഇറാൻ പറയുന്ന കാര്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചെങ്കിൽ മാത്രമേ യുദ്ധം തീരുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ മൊത്തം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലുകൾ ഒരുപാടെണ്ണം അടച്ചു കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്യാസ് കിട്ടുന്നില്ല. നമ്മുടെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലോക നേതാവായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിക്ക് ഈ യുദ്ധത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ എതിരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ അവർക്കെതിരെ പറയേണ്ടി വരും. അത് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. നിഷ്പക്ഷമായിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ലോക നേതാവായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മൊത്തം ഇറാൻ്റെ കൈകളിലാണ് കിടക്കുന്നത്. ഇറാൻ തീരുമാനിക്കണം. ട്രംപിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞതിൽ നിന്നും അദ്ദേഹം എല്ലാം മാറ്റി മറിച്ചുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഒരു മാറ്റവുമില്ല. ഇറാൻ അന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഇന്നും പറയുന്നു. നാളെയും അവർ തന്നെ പറയും. അവർക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റമില്ല. അവർക്ക് നല്ല കൃത്യമായ ധാരണയുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തതെന്നുള്ളത്. അപ്പോൾ പുഷ്പരാജായിട്ട് മാറിയ ഇറാൻ്റെ മുമ്പിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ലോകരാജ്യങ്ങളും പതറി നിൽക്കുകയാണ്. എങ്ങനെ ഇവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് നോട്ടം. നിങ്ങൾക്കറിയാം, പുഷ്പരാജ് ഒരിക്കലും തോൽക്കില്ല. പുഷ്പരാജ് ജയിച്ചേ മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക മുട്ടുകുത്തുന്ന സമയം വളരെ ആസന്നമാണ്. താങ്ക് യു.